പടം കുഴപ്പമില്ല, നല്ല പടം. ചേട്ടാ അടിപൊളിയായിരുന്നു ചേട്ടാ, സൂപ്പർ. രണ്ട് ഹിറ്റാണ് ഇന്ന് 2 ഹിറ്റാണ്. ഒരുപാട് സന്തോഷം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ആഗ്രഹിച്ചൊരു ഡയറക്ടർ. അതെ അതെ അതെ, അതിന്റെ ഒരു പേഴ്സണൽ ഇമോഷൻ ഉണ്ടാവും. പിന്നെ അത് ഇന്ന് ആ തിയേറ്ററിനകത്തിരുന്ന് കണ്ട് അവര് റിലീസിന്റെ ഡിലേയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഡിലേയുടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എമ്പുരാൻ കണ്ട ആൾക്കാര് നമുക്കറിയാം. നല്ല പടമായിരുന്നു. സുരാജ് കൊള്ളാം. സിംഗിൾ ഷോട്ടിലാണ് കൂടുതൽ പടം എടുത്തിരുന്നത്. അത് കണ്ടപ്പോൾ എന്ത് ഫീൽ ചെയ്തു? കൊള്ളായിരുന്നു, നന്നായിരുന്നു. ആ സുരാജേട്ടനെയാണോ കൂടുതൽ വിക്രത്തെയാണ്? രണ്ടുപേരും കൊള്ളാം. നല്ല പടമായിരുന്നു, കുഴപ്പമില്ല. ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമല്ല, കണ്ടിരിക്കാൻ മറ്റേ ഒരു സ്ഫടികം പോലെ ഒരു റോ ആയിട്ട് ഒരു രാത്രി നടക്കുന്ന സിനിമ. അത് പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ല. ഒരു അടിപൊളിയായിരുന്നു. ആ ഒരു ക്യാരക്ടർ നല്ലപോലെ ചെയ്തു. എന്നുവെച്ചാൽ ഒരു മലയാളം ചെയ്യുന്ന പോലെ തന്നെ മലയാളം എന്ന് പറയുന്നില്ല, അമ്മാതിരി സുരാജേട്ടൻ ചെയ്തത്. പിന്നെ എന്താ ഞാൻ പറയില്ല, ഓരോ ലാഗ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഹൈ മൊമെന്റ് വരും, പിന്നെ ലാഗ് വന്നിട്ട് പിന്നെ ഹൈ മൊമെന്റ്സ്, അങ്ങനെ ഒരു ഇതാണ്. അടിപൊളി സിനിമ, എല്ലാരും പോയി കാണുക. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര രസമാണ് അഭിനയിക്കാനൊക്കെ. എല്ലാരും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പടം കാണാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമാണ്. പക്ഷെ നാളെ എന്തായാലും പടം കാണും. ഭയങ്കര സന്തോഷം, ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചു. ചിറ്റയുടെ ഡയറക്ടർ ആയതാണ്. ഭയങ്കര ഹോംലി ഫീലാണ്. രണ്ടുപേരുടെയും, വിക്രം സാറിന്റെയും തുഷാരുടെയും ഒക്കെ മോളായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാരും പടം കണ്ട് വേറെ ലെവല് സാധനം. തിയേറ്റർ വാച്ചുള്ള ഐറ്റമാണ്. തിയേറ്ററിൽ തന്നെ ഒന്നും കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമുള്ള സാധനമാണ്. വിക്രത്തിന്റെ വേറൊരു റേഞ്ച് പെർഫോമൻസ് ആണ് പടത്തിൽ കാണാനുള്ളത്. സുരാജ് ആണെങ്കിലും അതുപോലെ തന്നെ എസ് സൂര്യ ആണെങ്കിലും എല്ലാം നല്ലതാണ്. പടം തിയേറ്റർ വാച്ചുകളായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പടം തന്നെയാണ്, ഒന്നും പറയാനില്ല. ഫസ്റ്റ് പാർട്ട് വരാൻ പോകുന്നേ ഉള്ളൂ, അത് കാത്തിരിക്കുന്നു കേട്ടോ. അതും അടിപൊളിയായിട്ടുണ്ട്. പഴയ ധൂളിലും ഫാമിലിയും കണ്ട വിക്രം തിരിച്ചു വന്നു, അടിപൊളി ഉള്ളതാട്ടോ. നല്ലൊരു എന്റർടൈനർ ആണ് പടം. സിംഗിൾ ഷോട്ട്, അതാ പറഞ്ഞത്, അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ പോലെ പഴയ ധൂളിലും ഫാമിലിയും കണ്ട ആ സ്റ്റൈൽ വിക്രം തിരിച്ചു കൊണ്ടുവന്നു. അടിപൊളി കേട്ടോ, കിടുപ്പൻ. ജീവപ്രകാശിന്റെ സുരാജ് അടിപൊളി. സുരാജ് കിട്ടില്ല. സുരാജിന് നമ്മളെല്ലാരും തമിഴ്നാട്ടിലേക്ക് പോവാ, അങ്ങനെ ഒരു വിഷമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാരും അങ്ങോട്ട് പോകും. പടം കിടുക്കൻ, അടിപൊളി, വേറെ ലെവൽ.